ഹായ് ഫ്രണ്ട്സ്, കാലത്ത് തന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആവോലിയാണ് വാങ്ങിച്ചത്. അപ്പോൾ വീടിൻ്റെ അതിലൊരു ചേട്ടൻ മീൻ കൊണ്ടുപോകും. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കാലത്ത് തന്നെ വാങ്ങിച്ചു. പക്ഷേ ഇന്ന് പൂജയ്ക്ക് വെച്ചത് എടുക്കണ കാരണം കാലത്ത് ഞാൻ കറിയൊന്നും വെച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കും കറി വെച്ചത് കണ്ട. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നല്ലോണം ഐസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വെച്ചിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ 2-3-4 ദിവസമല്ല, ഇത്തിരി അധികം ദിവസമായി മീനൊന്നും വാങ്ങാണ്ട്. അപ്പം ഞാനത് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് നല്ലോണം കഴുകിയൊക്കെ എടുത്തു ഐസ് വിട്ടതിന് ശേഷം. എന്നിട്ട് ഞാൻ ആവശ്യത്തിനുള്ളത് വറുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ ആ ചേട്ടൻ എന്നെ കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായി തിരുമ്പി കൂട്ടി. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് വെന്ത് വരുന്നോട് കൂടിയിട്ട് 1-ാം പാലും 2-ാം പാലൊന്നും മാറ്റി വെച്ചില്ല. ആകെ ഒരു പാലന്നെ എടുത്തുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം അത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ബിജാഷേട്ടന് പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോവില്ല, അവർക്ക് എന്തെങ്കിലും കടലയോ പയറോ എന്തെങ്കിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ മീൻകറിയൊക്കെ വേഗം അടുപ്പത്ത് വെച്ചിട്ട് അതൊക്കെ തിളച്ച് വന്നു. ഒരുവിധമായി വന്നപ്പോൾ ഞാനതിൽ നാളികേരപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊക്കെ വറ്റി വന്നപ്പോൾ ഒരുവിധം, നല്ലോണം വറ്റിച്ചില്ല, ഒരുവിധം വറ്റി വന്നപ്പോൾ ഞാനതൊക്കെ ചെറുതീയിലിട്ടിട്ട് കുറച്ച് നേരം ഇതാക്കിയിട്ട് ഞാനത് ഇറക്കി വെച്ചു. എന്നിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് വറുത്തിടാൻ നോക്കുകയാണ്. അപ്പോൾ വാവിച്ച് പറയായിരുന്നു അവളുടെ പിറന്നാളാണ് 10-ാം തീയതി. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മണിയുടെ പിറന്നാളിന് കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ എൻ്റെ പിറന്നാളിന് കേക്ക് മുറിക്കണമെന്ന് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് നിന്നതിന് ശേഷം ഞാൻ വേഗം ഉള്ളിയൊക്കെ വഴറ്റി. അപ്പോൾ അവളുടെ വർത്താനം കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊക്കെ അതിൽ കറിയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളി മീൻകറി, നല്ല ടേസ്റ്റും നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു മീൻകറി കിട്ടി. എന്നിട്ട് ഞാൻ കുറച്ച് ഇത്തിരി കട്ടി കൂടുതലാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കാലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീൻ വറുക്കാനാണ് നോക്കണത്. അപ്പോൾ അതിൽ നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചാൽ 3-4 കഷ്ണം വറുത്തു, 4-5 കഷ്ണം വറുത്തു. ബാക്കിയുള്ളത് 2 കഷ്ണം അവിടെ വെച്ച് കഴിഞ്ഞാൽ ബിജാഷേട്ടന് പണിക്ക് പോകുമ്പോൾ ചോറിലേക്ക് കൊടുത്ത് വിടാലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മീനൊക്കെ വറുക്കാനും അടുപ്പത്ത് വെച്ചു. അപ്പം അങ്ങനെ ഒരു ഭാഗമായി വന്നപ്പോൾ ഞാനതൊക്കെ മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ മീൻ കറി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾക്ക് ചോറുണ്ണണം. പിന്നെ ബിഗ് ബോസ് തുടങ്ങും, അപ്പോഴേക്കും ചോറൊക്കെ കൊണ്ടിട്ട് ബിഗ് ബോസ് കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മീനൊക്കെ ആയി വന്നപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. അപ്പം അങ്ങനെ നല്ല നാളികേരപ്പാലൊക്കെ ഒഴിച്ച മീൻ കറിയായി, പിന്നെ മീൻ വറുത്തതുമായി. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.